അതില്ലേ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കശുവണ്ടി പറിക്കാൻ വന്നേക്കാം. കണ്ടോ, കശുമാവൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. നമ്മൾ കശുവണ്ടി കുറച്ചൊക്കെ ആയി തുടങ്ങി. കണ്ടോ, നമുക്ക് കശുവണ്ടി പറിക്കാം. ആദ്യം വായ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറിക്കാം. പൊട്ടിക്കണ്ട, കുറച്ച് താഴെ വീണ് എടുക്കുന്നുണ്ട്. കുറച്ച് മുകളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തോട്ടി കൊണ്ട് വലിച്ചിടണം. അപ്പോൾ ഏട്ടന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തോട്ടാ തോട്ടി. കറക്റ്റ് തലയിൽ തന്നെ വന്ന് വീണിട്ടുണ്ട്. കുറച്ച് ഒരു കൊലയമ്മ 1-2 ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് പച്ചയായിരിക്കും. അപ്പോൾ നമ്മളത് പറിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം പറിച്ചിടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടിയിട്ട് അങ്ങനെ ചിലപ്പോൾ വീഴും. ഇവിടെ നല്ല പഴുത്തത് പൊട്ടിക്കത്. ഇനി മുകളിലുണ്ടാവാൻ പൊട്ടിക്കാം. ബക്കറ്റിൽ കൊണ്ടിട്. നമ്മൾ മാത്രമല്ല, ആംബ്രൂസിനും ഹസ്ബൻഡ് പൊട്ടിക്കാനൊരു ആഗ്രഹം. പൊട്ടിക്കാ ഡേ പൊട്ടിച്ചാ ചിരിച്ച് പൊട്ടിക്ക. ചിരിക്ക്, ചിരിച്ചേ. ഈ ഇതിലേക്ക് നോക്കി ചിരിക്ക്. ഈ ഞാൻ പൊട്ടിച്ചു പറ. ബക്കറ്റിലിട്. എന്ത് ഉരിയണ്ടടാ, ഉരിയാണ്ടിട്. നമ്മൾ കുറച്ച് പൈനാപ്പിൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മുടെ പൈനാപ്പിൾ കുറച്ചൊക്കെ പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണം. അപ്പം അത്യാവശ്യം നന്നായിട്ട് കാടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാനുണ്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ പൂവ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരെണ്ണുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലുപ്പമായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇതൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ ആ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം. അമ്മ ചേട്ടാ ഹെൽപ്പർ കൂടി ഉണ്ട് എനിക്ക്. ഇത് നമ്മൾ ഈ ഒരു റോയില് നമ്മൾ റോയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പൈനാപ്പിൾ. അതിൽ നമ്മൾ നോക്കിയപ്പോൾ അതെ ചിലതിലൊക്കെ ഇതേ പൈനാപ്പിൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. കണ്ട ചെറിയതൊരെണ്ണം ഉണ്ടായി തുടങ്ങുന്നുണ്ട് താഴെ നോക്കുമ്പോൾ ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിളായിട്ട് മാറും കേട്ടോ. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ പൈനാപ്പിൾ വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്തോട്ടോ. ഇവിടെ ഓഫീസിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പൈനാപ്പിൾ വേണമെന്ന്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പൈനാപ്പിൾ എത്തിക്കുന്നതായിരിക്കും. കുറേ എണ്ണത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ എണ്ണത്തിൽ ഇനി ആവാനുണ്ട്. ആയി കഴിഞ്ഞാൽ തന്നെ ഒരു 3 മാസം എടുക്കും. കണ്ടോ, ഇതിലൊക്കെ ഒരു 3 മാസം എടുക്കും ഇതൊന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പൈനാപ്പിളായിട്ട് മാറാനായിട്ട്. നമുക്ക് 3 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൽ അപ്പടി പുല്ലായേക്കാണ് നമ്മളുടെ ഇതിൽ. കുറച്ചൊക്കെ അതെ നമ്മളിങ്ങനെ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പുല്ലും കൂടി നമുക്ക് ചെത്തണം. പക്ഷെ മുള്ളുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കൈക്കോട്ട് വെച്ച് ഇങ്ങനെ ചെത്തുമ്പോൾ.
ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഓൾറെഡി, നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ മുള്ളുള്ള കാരണേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ കൈക്കോട്ട് വെച്ച് ഇങ്ങനെ കളിക്കാനായിട്ട്. പുല്ല് ചെത്തുമ്പോഴേ നമ്മുടെ കയ്യുമ്മയ്ക്കൊക്കെ മുള്ള് കയറുക. കുഞ്ഞു മുള്ളല്ലേ. മുള്ള് കണ്ട മുള്ള്. നമ്മളിത് ഏകദേശം നമ്മുടെ പുല്ല് ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ. മുള്ളുള്ള കാരണേ അത്ര പെട്ടെന്ന് നമുക്കിങ്ങനെ ചെത്താൻ പറ്റുന്നില്ല. മത്സ്യത്തിൽ അങ്ങോട്ട് മുള്ള് കയറുകയാണ്. എന്നാലും പുല്ല് കുറച്ച് വൃത്തിയാക്കിയിട്ട് ആ പുല്ല് തന്നെ അതിൻ്റെ തടത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ ഈർപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പുല്ലിട്ടതിൻ്റെ മേലെ കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മണ്ണ് പോയി എടുത്ത് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. വായോ നമുക്ക് പോയി മണ്ണിടാം. നമ്മൾ മണ്ണിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ വലുതായി കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ കുറച്ച് മണ്ണ് കുറവാണ്, അപ്പോൾ അത് കാരണമാണ് മണ്ണിടുന്നത്. എവിടെ തൊട്ടാലും മുള്ള് കയറുകയാണ്. അതാണ് പൈനാപ്പിളിൻ്റെ പ്രത്യേകത. നമ്മുടെ പൈനാപ്പിളിലൊക്കെ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുടംപുളി നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുടംപുളി എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിയാലോ. കുടംപുള്ളിയുടെ തൈ നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുടംപുള്ളി തൈ നടന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൈ ഇത്രയ്ക്കും വലുതായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മളിട്ട ചപ്പൊക്കെയാണിത്. നമ്മുടെ കശുവണ്ടി നമ്മൾ ഉരിയാൻ പോവാണ് കേട്ടോ. എല്ലാതും എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഫ്രണ്ടിൽ മൊത്തം കശുമാവാണ്. അതുകൊണ്ട് കശുവണ്ടി ഉരിഞ്ഞ് നല്ല ശീലമുണ്ട് എനിക്ക്. ഇപ്പോഴൊക്കെയാണത് ലേലത്തിനൊക്കെ പിടിച്ചു തുടങ്ങിയത്. പണ്ടൊന്നും അങ്ങനെ ലേലത്തിനൊന്നും പോയില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെയായിരിക്കും എല്ലാം പറക്കാം. അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ പോരെ. ആർക്കും വേണ്ടാത്തത് നമ്മൾ പറിക്കുന്നു, അത്ര തന്നെ. അപ്പോൾ കശുവണ്ടിയൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.